വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ബെസ്റ്റിക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ടിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം അവരുടെ ബെസ്റ്റിയോടാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ മെയിൽ ബെസ്റ്റ് ഫ്രണ്ടുകളും, അതായത് ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ എല്ലാ മെയിൽ ബെസ്റ്റ് ഫ്രണ്ടുകളും പ്രശ്നക്കാരാകണം എന്ന് ഒരിക്കലുമില്ല. ചില ജെന്യുനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളും ഉണ്ട്. അതായത് മനസ്സിൽ ഒരു ദുരുദ്ദേശവുമില്ലാതെ ജെന്യുനായിട്ട് മാത്രം പോകുന്ന ചില ഫ്രണ്ട്ഷിപ്പുകൾ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ജെന്യുൻ ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം കേട്ട ശേഷം ഒറ്റയടിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്നെക്കാളും താല്പര്യം ബെസ്റ്റിയോടാണെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയും ശരിക്കും നിരീക്ഷിക്കുക. അവരുടെ പാറ്റേൺ ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പാറ്റേൺ പോലെ ഒന്നിലധികം തവണ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. സോ ആദ്യത്തെ സൈക്കോളജിക്കൽ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അവരുടെ നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ എല്ലാ ഇമോഷണലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യം പറയുന്നത് ബെസ്റ്റിയോടാണ്. നിങ്ങൾ അഥവാ ബോയ് ഫ്രണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വളരെയധികം താമസിച്ച്, അതൊന്നല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞൊക്കെയാണ് അറിയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് കൂടുതലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ബെസ്റ്റിയോടാണെന്ന് തന്നെയാണ്. ഈ ഒരു സൈക്കോളജിക്കൽ സൈനെ നമുക്ക് ഇമോഷണൽ പ്രയോറിറ്റി ഷിഫ്റ്റ് എന്ന് വിളിക്കാം. ഇനിയും രണ്ടാമത്തേത്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എല്ലായ്പ്പോഴും ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആദ്യം അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത് ബെസ്റ്റിയോടാണ്. ഇനി നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ അതിനേക്കാൾ കൂടുതൽ അവർ മുൻതൂക്കം കൊടുക്കുന്നത് അവരുടെ ബെസ്റ്റിയുടെ അഭിപ്രായത്തിനാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യം ബെസ്റ്റിയോടാണെന്ന് തന്നെയാണ്. ഇതിനെ വാലിഡേഷൻ ഡിപ്പെൻഡൻസി എന്നാണ് വിളിക്കുന്നത്. ഇനി 3, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് നിങ്ങൾ അവരുടെ ബെസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിൽ ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടാറും. അതിനെപ്പറ്റി കൃത്യമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം നിങ്ങളെ അവർ ഒരു സംശയരോഗിയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബെസ്റ്റിയുമായിട്ടുള്ള ആ ഒരു ബോണ്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ബെസ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 4ാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ബെസ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? അതായത് നിന്നേക്കാളും നന്നായിട്ട് അവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, നീ ഒരിക്കലും അവനെ പോലെയല്ല. ഇത്തരത്തിൽ അവർ നിങ്ങളെയും അവരുടെ ബെസ്റ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതും അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ബെസ്റ്റിയോട് തന്നെയാണ് താല്പര്യം എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രവണതയാണ്. ഇതിനെ കമ്പാരിസൺ ബിഹേവിയർ എന്നാണ് വിളിക്കുന്നത്. ഇനി 5ാമത്തേത് ഫിസിക്കൽ ബൗണ്ടറി ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് ബോയ് ഫ്രണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് പാർട്ട്ണറായിട്ടുള്ള നിങ്ങൾ അവരെ തൊടുന്നതും പിടിക്കുന്നതും ഒന്നും അവർക്കിഷ്ടമല്ല. പക്ഷേ ബെസ്റ്റിക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവർക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റിക്ക് കയ്യെ പിടിക്കാം, കെട്ടിപ്പിടിക്കാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങളത് ചെയ്താൽ അത് പറ്റത്തില്ല, അത് സമ്മതിക്കില്ല. ഇത്തരത്തിൽ ബെസ്റ്റിക്ക് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് പ്രത്യേക ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് താല്പര്യം ബെസ്റ്റിയോടാണെന്ന് തന്നെയാണ്. അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ബോയ് ഫ്രണ്ടിലും ബെസ്റ്റിയിലും അവർ വിളിക്കുന്നത് ആദ്യം ആരെയാണ്? ബെസ്റ്റിയാണ് ആദ്യം വിളിക്കുന്നത്. ബോയ് ഫ്രണ്ടായിട്ടുള്ള നിങ്ങളെ അവരൊരു സെക്കൻഡറി സപ്പോർട്ട് ഓപ്ഷനായിട്ടാണോ കാണുന്നത്? ഇത് അവരുടെ ലൈഫിലെ നിങ്ങളുടെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്നു. ഇതിനെ നമുക്ക് ക്രൈസിസ് അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കാം. ഇനി 7ാമത്തെയും അവസാനത്തെയും സൈൻ, അവരവരുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ അവരുടെ ബെസ്റ്റിയെ അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ? ബോയ് ഫ്രണ്ടായിട്ടുള്ള നിങ്ങളെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ നിന്നും അവർ മാറ്റി നിർത്താറുണ്ടോ? ഇതും അവർക്ക് ബെസ്റ്റിയോടുള്ള ഒരു താല്പര്യത്തെ കാണിച്ചു തരുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റേ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.